ഇവിടെ ഭൂമി പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. 2023 നവംബർ മാസം 28 ഇടുക്കി ജില്ലയിലെ ചിന്നക്കനാൽ മേഖലയിൽ 2001 ആൻ്റണി ഗവൺമെൻറ് അന്ന് ആദിവാസികൾക്ക് വേണ്ടി പതിച്ചു കൊടുത്ത 364 ഹെക്ടർ, ഏതാണ്ട് 800 ചില്ലുവാനമധികം ഭൂമി റവന്യൂ ഭൂമി വനഭൂമിയായി പ്രഖ്യാപിക്കുകയുണ്ടായി. മാത്രമല്ല, ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇടുക്കി ജില്ലയിലെ ആയിരക്കണക്കിന് ഏക്കറുകൾ വനഭൂമിയായി പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നവകേരള സദസ്സ് ഇടുക്കിയിലെത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ആ വിജ്ഞാപനം റദ്ദാക്കി എന്നിവർ പറയുകയുണ്ടായി. എന്നാൽ കഴിഞ്ഞ ദിവസവും വിവരാവകാശ രേഖപ്രകാരം അറിയാൻ സാധിച്ചത് റവന്യൂ ഭൂമി വനഭൂമിയാക്കിയിട്ടുള്ള നടപടി റദ്ദാക്കിയിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ റവന്യൂ ഭൂമികൾ വനഭൂമിയാക്കി നിങ്ങൾ മാറ്റുകയും ഈ വനവൽക്കരണവും വന്യജീവി മാൻ ആനിമൽ കോൺഫ്ലിക്റ്റുമൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നത്? ഈ വിജ്ഞാപനം നിങ്ങൾ പുനർവിജ്ഞാപനത്തിലൂടെ പിൻവലിച്ചിട്ടുണ്ടോ? ഒരു ചോദ്യം. രണ്ടാമത്, ഇവിടെ പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ട CAA പറ്റിയിട്ട് CPM-ന്റെ നിലപാട് എന്താണ് എന്നുകൂടി വ്യക്തമാക്കണം. കോഴിക്കോട് നടന്ന 20ാം പാർട്ടി കോൺഗ്രസിലെ പാർട്ടി കോൺഗ്രസിന്റെ രേഖയിൽ അന്നത്തെ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുള്ള ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകണമെന്ന് CPM-ന്റെ 20ാം പാർട്ടി കോൺഗ്രസിന്റെ രേഖ ആവശ്യപ്പെട്ടു. ഇതിന് ഇദ്ദേഹത്തിന് തള്ളിപ്പറയാൻ സാധിക്കുമോ എന്ന് പറയാം. രണ്ട് ചോദ്യങ്ങൾ, മറുപടി. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ ഒന്ന് എൻ്റെ സുഹൃത്ത് മനസ്സിലാക്കേണ്ടത് സങ്കീർണമാണ്. ഇവിടെ കേന്ദ്ര വനനിയമം, സംസ്ഥാന വനനിയമം, അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, വനം വകുപ്പ്, പരിസ്ഥിതി വകുപ്പ്, ഇങ്ങനെ സംസ്ഥാനത്തെ ഭൂമി സംബന്ധിച്ച ഭൂമിയിൽ തൊടുമ്പം ഒന്നിലധികം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അടക്കമുള്ള സങ്കീർണമായ 3-4 ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്നാണ് വനം കിടക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ കട്ടപ്പന പോലും ഇപ്പോഴെന്താണ് ചിന്നക്കനാലിലേക്ക് എന്തിനാ പോകുന്നത്? കട്ടപ്പന പോലും വനത്തിൽപ്പെടുത്തിയാണ് കേന്ദ്ര ഗവൺമെൻറ് കയ്യിൽ കിടക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് സാറ്റലൈറ്റ് സർവേയിൽ പറയുന്ന കട്ടപ്പന വനമാണെന്നാണ്. ഈ നിയമം മാറാതെ ഇടുക്കിയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ മാറില്ല. അതുകൊണ്ട് ഈ വിഷയം സംബന്ധിച്ച് 2-3 ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും കേന്ദ്രത്തിന് മുന്നിൽ ഇടപെടുന്നതിനും വേണ്ടിയാണ് ഈ വിഷയം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊരു കാര്യം, അങ്ങനെ വിജ്ഞാപനം പിൻവലിക്കില്ല. എന്തോ വനനിയമം പരിഷ്കരിച്ചെന്നും പറഞ്ഞ് കോടതി ഉത്തരവ് തരാവോ? ചുമ്മാ പറയാതെ. അല്ലല്ല എന്റെ പൊന്നു സുഹൃത്തെ, അവിടെ ഇരിക്കേ, എന്തെങ്കിലും വായിക്കണ്ടേ, കാര്യം മനസ്സിലാക്കണ്ടേ? ഒരു കാര്യം പറയട്ടെ. ഇവിടെ ഇടുക്കിയിലെ ഭൂപ്രശ്നത്തിൽ ഏത് സമയത്താണ് കോടതി ഇടപെടാത്തത്? ഈ ഇപ്പോ നിൽക്കുന്ന പ്രശ്നത്തിൽ സുപ്രീം കോടതിയിൽ ഇടപെട്ടിരിക്കുന്നത് കേരള കർഷക സംഘമാണ് ഇടപെട്ടിരിക്കുന്നത്. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോടതി പറയട്ടെ. കോടതി പറഞ്ഞില്ലെങ്കിലോ അന്നേരം ഇടപെടൽ കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. അതുകൊണ്ടാണ് പറഞ്ഞത്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? CAA സംബന്ധിച്ച് ഞങ്ങളുടെ എന്തിനാ രതീഷ് അങ്ങനെ ചോദിക്കുന്നത്? ഇന്ത്യ രാജ്യത്തിനകത്തുള്ള എല്ലാ മനുഷ്യരും ഇന്ത്യൻ പൗരന്മാരാണ്. ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൗരനാണ്. ഇന്ത്യയിൽ ജനിച്ച മനുഷ്യനെ പൗരത്വം കൊണ്ടുവന്ന് എന്തിനാണ് നമ്മൾ പുനർപരിശോധിക്കുന്നത്? അവന്റെ ബീജാഭാവം പരിശോധിക്കുന്നത് എന്ത് ന്യായമാണുള്ളത്? അതെന്നാണെന്ന് ചോദിച്ചാൽ ഈ